ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടിന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മുടെ കുറിഞ്ഞി പൂച്ചയില്ലേ, അവൾ ഈ ഇതിലേ നടക്കുന്ന പൂച്ച, അവൾ നമ്മൾ വളർത്തുന്നതൊന്നുമല്ല, പക്ഷെ നമ്മൾ ചോറൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അവൾ വന്ന് നമ്മുടെ വീട്ടിൽ 8ൻ്റെ പണി തന്നു കേട്ടോ. നമ്മുടെ കുഴലപ്പൊക്കെ എടുത്തു തന്നു. അപ്പോൾ രാവിലെ വന്നിട്ട് എൻ്റെ ഒരു പ്രധാന പരിപാടി കിച്ചൺ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. സ്ലാവൊക്കെ തുടക്കേണ്ടതൊക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പം പിന്നെ ഞാൻ ഇന്നലത്തെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പച്ചരി അരച്ച് വയ്ക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു. തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച് അതിൽ ചെറുജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കുറച്ച് ചോറും ചേർത്തുള്ള ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കൂട്ട് അപ്പം അത് തേങ്ങ വെള്ളം പുളിപ്പിച്ചു അതിനകത്തൊഴിച്ച് നമുക്ക് സോഫ്റ്റാക്കി എടുക്കാം. പിന്നെ അത് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയോണ്ട് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു നുള്ളി ഈസ്റ്റ് സ്പൂണിൻ്റെ ഒരു തുമ്പത്തൊരു തരി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം അതിലേക്ക് പിന്നെയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ചുടാൻ നേരെ, അല്ലെങ്കിൽ അത് ശരിക്കും പുളിച്ചു വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാം നല്ല പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇറച്ചിക്ക്, ബീഫിന്, പിന്നെ നമ്മുടെ ചിക്കന് ഒക്കെ കൂട്ടി കഴിക്കുന്നവർക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ ചിക്കൻ കറി ഇരിപ്പുണ്ട്, ഞാൻ ലൂസാക്കി വെച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പത്തിന് കൂട്ടാനായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ചിക്കൻ കറി കൂട്ടാത്തതുകൊണ്ട് ഞാനൊരു വേഗം ഒരു സ്റ്റൂ കറി ഉണ്ടാക്കിയിട്ട് എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് സ്റ്റൂ കറി എന്ന് പറഞ്ഞ് ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും എടുത്ത് അങ്ങനെ ഒരു കറി ഉണ്ടാക്കിയ ഈ അപ്പത്തിന് വേണ്ടിയിട്ട്. കടലക്കറിയും കൂട്ടിയും വേണേലും ഈ അപ്പം കഴിക്കുക കേട്ടോ. അങ്ങനെ ചായയൊക്കെ വെള്ളം വെച്ചുവേ. പിന്നെ ഞാൻ ഈ കുക്കിംഗ് വീഡിയോ അല്ലാതെ എനിക്ക് പുറത്തിറങ്ങി വീഡിയോ പിടിക്കാൻ ഒത്തിരി മടിയുണ്ട് കേട്ടോ. ആർക്കെങ്കിലും അത് വീഡിയോയിൽ കുടുങ്ങിയാൽ, ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഒക്കെ ഓർത്ത് എനിക്ക് കുറച്ച് മടിയാണ്. ഞാൻ അങ്ങനെ വീഡിയോ ഇടേണ്ടിയായിരുന്നെങ്കിൽ ഒരു 2015 വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അന്നൊക്കെ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനൊക്കെ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ അപ്പം ഞാൻ ഒരു ഡേ കെയറിങ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. കുവൈറ്റീസിൻ്റെ ഇതിലായതുകൊണ്ട് അവരുടെ ഇതിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് കേട്ടോ. ഒരു ഡിസോർഡർ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ ആയിരുന്നു കേട്ടോ ഞാൻ അന്ന് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം വീഡിയോസൊക്കെ എനിക്ക് പിടിക്കാൻ അവിടെ നല്ല പ്രൈവസിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അവരുടെ അതിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ അന്ന് മുതലേ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു കാര്യമാട്ടോ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഇതേ. അപ്പം അങ്ങനെ ചായക്ക് വെള്ളമൊക്കെ വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പൂച്ച കയറി വരുന്നത് നമ്മുടെ മുകളിൽ കൂടിയാട്ടോ. അപ്പം നമ്മുടെ പണി തീരാതെ കുറേ ഭാഗങ്ങൾ മുകളിൽ ഭാഗത്ത് കിടപ്പുണ്ട്. അതിൻ്റെ ഹോം ടൂറൊക്കെ ഞാനൊരു ദിവസം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ സ്ട്രക്ചറൊക്കെ വാർത്തിട്ടിട്ടേ ഉള്ളൂ. പിന്നെ വയറിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇനിയും തേപ്പ്, ടൈല് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ താഴെ എല്ലാ ഭാഗം ക്ലീനാക്കി. അങ്ങനെ താഴെയും പണി കുറേ കിടപ്പുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഇനിയും ഇതിന് താഴെ ഭാഗത്ത് കബോർഡ് ഫിറ്റിങ്സ്, പിന്നെ ഇൻറ്റീരിയർ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇൻറ്റീരിയറായിട്ട് നമ്മുടെ പാർട്ടീഷനൊക്കെ കുറേ ഭാഗങ്ങൾ ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റൂ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് തയ്യാറാക്കുവാണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് പുറത്തൊക്കെ പോകേണ്ട ദിവസമാണ്. അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോസ് പുറത്ത് പോകുമ്പോൾ പിടിക്കുന്ന കാര്യത്തെപ്പറ്റി ഓർത്തത് തന്നെ. എനിക്ക് പുറത്ത് പോകുമ്പോൾ വീഡിയോസൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഭയപ്പാടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് ടൂറിസം പോലെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോഴായിരിക്കേണ്ടി. അപ്പം മോക്കൊക്കെ വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ മെയിനായിട്ട് പുറത്തേക്കൊന്നും പോകാത്ത. ഹസ്ബൻഡൊക്കെ ലീവിന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുക കേട്ടോ. അപ്പം കടുക് വറുത്തു. അങ്ങനെ ഈ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതിനകത്തേക്ക് മിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു ചെറിയ സ്റ്റൂ കറി ഞങ്ങൾക്ക് മാത്രമല്ലേ വേണ്ടൂ. അപ്പോൾ അതങ്ങനെ കുറച്ച് ഇതായിട്ട് ഉണ്ടാക്കിയേ. പിന്നെ മുറ്റത്തടുപ്പിലേക്ക് കേട്ടോ നമ്മൾ ഈ കലക്കി വെച്ച് അപ്പം ചുടാൻ കൊണ്ടുപോയത് കണ്ടില്ലേ.
ആ കനലിൽ നല്ലോണം ആ ദോശക്കല്ലിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി അത് ചുട്ടെടുക്കുമ്പം അതിനൊരു വേറെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാട്ടോ ഇങ്ങനെ മുറ്റത്തടുപ്പിൽ ദോശക്കല്ലിൽ ഇങ്ങനെ ചുടാൻ കൊണ്ടുപോകണത്. അപ്പം ഞങ്ങൾ ഇങ്ങനെയുള്ള ചുട്ടി അപ്പത്തിൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ ചുടുന്നതൊക്കെ ഞാൻ എൻ്റെ പ്രേക്ഷകരെ കാണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ലാത്തതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടല്ലേ. അപ്പോൾ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇന്ന് പൂച്ച ഉള്ളി പണി കാണിച്ചപ്പോൾ നമ്മുടെ പീറ്റു പുറത്തും പണി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ വാതിൽ സിറ്റ് ഔട്ടിലെ വാതിൽ ഇതുവരെയും തുറന്നിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം. സിറ്റ് ഔട്ടിൽ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ ഇന്നലെ കെട്ടഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പം മോനെയാണ് ചിക്കൻ കറി കൂട്ടി അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തത്. പിന്നെ കണ്ടില്ലേ ഞാൻ സിറ്റ് ഔട്ടിലെ കാര്യം പറഞ്ഞത്. അത് അവൻ ആ സിറ്റ് ഔട്ടിൽ കയറിയായി ഇന്നലെ തൊടൽ പൊട്ടിച്ചു വന്ന് സിറ്റ് ഔട്ടിൽ അവനും കിടന്നിരുന്നു. അതുകൊണ്ടാട്ടോ ഞാൻ സിറ്റ് ഔട്ട് രാവിലെ കഴുകേണ്ട ഒരു പ്രശ്നം വന്നത്. അങ്ങനെ ഞാൻ സിറ്റ് ഔട്ടൊക്കെ കഴുകി നോക്കിയപ്പോൾ ആ തൂണില്ലേ, അതൊക്കെ പോർച്ചിൻ്റെ അവിടുത്തെ ആ തൂണിലാണ് അവൻ ഡെയിലി യൂറിൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ അവന് എത്രയായാലും ഞാനത് കഴുകിയിടും, പിന്നോയിലിട്ട് കഴുകിയിടും. പിന്നെ അവൻ അതിൻ്റെ ആ താഴെ ഭാഗത്തോട്ട്, മുകൾ ഭാഗമല്ല, ആ താഴെ ഭാഗത്ത് നമ്മൾ ആയിട്ട ഭാഗം അവന് വന്ന് എന്നും അവിടെ മൂത്രം ഒഴിച്ചിടും കേട്ടോ. അപ്പം ഞാൻ ആദ്യം അത് പിന്നോയിലൊക്കെ ഒന്ന് ഒഴിച്ച് കഴുകി കേട്ടോ. പിന്നെ ഇവരെ നമ്മൾ പീറ്റുവിനെ കൊണ്ടുപോയി ഒഴിവാക്കണം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്താൽ നമുക്ക് 2 പട്ടികളെ എല്ലാത്തിനെയും കൂടി അമ്മയ്ക്കും എനിക്കും ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അവർ ഈ പൊട്ടിച്ചു പോലും തൊടൽ പൊട്ടിക്കലും ഒക്കെ ആയിട്ട് കുറച്ച് ഇങ്ങനെ തൊട്ടടുത്തടുത്ത് നമ്മൾ അയൽപക്കങ്ങളുമാണ്. ഇങ്ങനെ അവരുടെ വീട്ടിലൊക്കെ മെറ്റിലയിലൊക്കെ പോയി മൂത്രം ഒഴിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്കും അതൊരു ഇഷ്ടക്കേടാവുമോ എന്നൊക്കെയുള്ളൊരിതുണ്ട്. പിന്നെ ഈ പൂട്ടാൻ വരുന്നില്ല കുറച്ച് ദിവസമായിട്ട് പീറ്റു ഒക്കെ ആയതുകൊണ്ട് കൊണ്ടുപോയി കളയാൻ തോന്നിയാൽ നമുക്കങ്ങനെ വിഷമമാട്ടോ. അവരെ അങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. അവർക്ക് നമ്മൾ ഫുഡ് കൊടുത്ത് അതുപോലെ സ്നേഹിച്ച് വളർത്തുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ പിന്നെയും അവരെ അതുപോലെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അവർക്കൊരു നേരം ഫുഡ് കൊടുത്തില്ല ഞങ്ങൾക്ക് വിഷമമാണ്. ഞങ്ങൾ കഴിക്കുന്നതിന് മുന്നെയാണ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. നമ്മൾ ഇപ്പോൾ ഇതിലെ വരുന്ന പൂച്ചയ്ക്കാണെങ്കിലും നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മൾ അവൾക്കും ഫുഡൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാനൊന്ന് പുറത്ത് പോയി. അപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ച് അതേ മീൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ മോൻ അത് കൂട്ട് തന്നെ മേടിച്ചു. ഞങ്ങൾ ഈ മീനും ചേച്ചിയും അമ്മയാട്ടോ ഇന്ന് കുക്കിങ്ങൊക്കെ ചെയ്തത്. അതുകൊണ്ട് അവർ വീഡിയോസൊന്നും എടുത്തില്ല. ഞാൻ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ മീനൊക്കെ മേടിച്ച് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ മരഞ്ചാട്ടി നമ്മുടെ തൊട്ടടുത്തൊരു ബാങ്കുണ്ട്, അവിടെ പോകേണ്ടി വന്നു കേട്ടോ. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അവർ പയറുപ്പേരിയും വെച്ചു, മീൻകറിയും വെച്ചു, അങ്ങനെ ചോറൊക്കെ ഉണ്ടു. പിന്നെ ചേച്ചി പറഞ്ഞു മുടി ഇവിടെ മോള് മേടിച്ചൊരു സ്ട്രെയിറ്റ്നർ ഇരിപ്പുണ്ട്, അതൊന്ന് മുടിയൊന്ന് തടവി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനത് മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ചീപ്പ് കൊണ്ട് ചീകി ഒന്ന് റെഡിയാക്കി കൊടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ സ്ട്രെയിറ്റ്നർ ക്രീം നല്ലതാണ്. മോള് മേടിച്ചതാണ്. അവൾക്ക് ഇങ്ങനെ തലമുടി ഇച്ചിരി ഇതുണ്ട്, ചുരുളിമയുണ്ട്. അപ്പോൾ അവൾ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ചെയ്തവർക്കായിരിക്കും ഇത് മുടിയെ തേച്ചാൽ ഒന്നുകൂടി ഉചിതം. അപ്പോൾ ചേച്ചി നേരത്തെ സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു മുടി, അതുകൊണ്ട് അവൾ അതല്ല അപ്ലൈ ചെയ്തത് കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ മുടി ഇതുവരെ സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ല. സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഖഭാവം മാറിപ്പോകുന്നുള്ളൊരിത് പറഞ്ഞുകൊണ്ടാട്ടോ ഞാൻ ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ ഞാനത് ഇന്ന് പുറത്തിലേക്കും പോകുന്ന കേട്ടോ. അപ്പോൾ ഈ ക്രീമാണ് കേട്ടോ അതിന് സ്ട്രെയിറ്റ്നർ ക്രീമായിട്ട് ഉപയോഗിച്ചത്. ഇത് രണ്ടും കൂടിയാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യുന്നത്. രണ്ടും കൂടി പകുതി എടുത്ത് അങ്ങനെ അത് ലൂസാക്കി അതങ്ങനെ മുടിയെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്യേ. പിന്നെ സ്ട്രെയിറ്റ്നറും പിടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ സിറ്റ് ഔട്ടിലിരുന്ന് കുച്ചിലൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. കണ്ടില്ലേ പീറ്റു, അവൻ പിടുത്തം തരാതെ നടക്കുവാണേ. അപ്പോൾ പീറ്റുവിനെ അഴിച്ചു വിട്ടുകൊണ്ട് ഇക്രൂവിനെ അഴിച്ചു വിടത്തുമില്ല.
ഇക്കുറി പിന്നെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിടി തരാൻ വരും കേട്ടോ. അതുകൊണ്ട് പീറ്റുവിനെ അഴിച്ചു വിട്ടുകൊണ്ട് പീറ്റു അങ്ങനെ നടക്കുകയാണ്. ഇത് കൊടുക്കുന്നു. പിന്നെ ഇവള് പിന്നെ അഴിച്ചു വിട്ടാൽ വേഗം വരും കേട്ടോ. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിൽ പോയാലേ ഉള്ളൂ. മറ്റേ ഈ പീറ്റു ആണ് ഇപ്പോൾ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് നടക്കുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പം ഞങ്ങളെല്ലാവരും ചായയൊക്കെ ഇനി ഇവരെ വൈകുന്നേരം എല്ലാവരെയും ഒന്ന് അഴിച്ചു വിടുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അമ്മ മറ്റേതിനെ അഴിച്ചു വിട്ടുകൊണ്ട് രണ്ടും കൂടി അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് നല്ല പൂര ബഹളമായിരിക്കും. അതുകൊണ്ട് അവളെ തുടലിലും എടുത്തു കേട്ടോ. അവളാണേൽ ഭയങ്കര കുസൃതിയും 4 കാലം നിൽക്കില്ല കേട്ടോ, 2 കാലയിലേ നിൽക്കുകയുള്ളൂ കേട്ടോ, നിലത്തൊന്നും നിൽക്കുകയില്ല. അപ്പോൾ ചേച്ചീനെ അവൾക്ക് നല്ല പരിചയമാണ്. ചേച്ചിയുടെ വീട്ടിലും ഇവർ വെക്കേഷനിലൊക്കെ ടൂറുമൊക്കെ പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ചേച്ചീനെ എല്ലാവരെയും നല്ല പരിചയം. കുറേ ദിവസം വണ്ടിയൊക്കെ കയറ്റി 2 പേരെ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യാർത്ഥം ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ഇവർക്ക് നല്ല പരിചയമാണ് കേട്ടോ. പിന്നെ വണ്ടിയിലൊക്കെ കയറിയാൽ നല്ല പരിചയമാണ്, പോകാനൊക്കെ യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അവളെ കൊണ്ടുപോയി അപ്പോൾ അവിടെ എന്തോ പൂച്ചയുടെ മണം കണ്ട് അവളവിടെയൊക്കെ തപ്പി നടക്കുക. പൂച്ചേനെ തപ്പലും പൂച്ചേനെ പിടുത്തക്കാരിയാട്ടോ ഇവള്. ഭയങ്കര എന്ത് സാധനത്തിനെയും ഭയങ്കര പിടുത്തക്കാരിയൊക്കെ കേട്ടോ. ട്രയൽ ചെയ്യിച്ചാൽ എന്ത് കളി വേണേലും ഇവള് കിടന്ന് കളിക്കും. അത് കൂട്ട് കലാകാരിയാട്ടോ നമ്മുടെ ഇക്രു. പീറ്റു വേണേൽ പിന്നെ അരപ്പൊട്ടനാട്ടോ. അവനെങ്ങനെ അതിലേലി ഓടി കളിക്കണം എന്നൊക്കെ ഉള്ളൂ. പിന്നെ പൂച്ചേനെ ഒന്ന് ഓടിക്കണം എന്നൊക്കെ ഉള്ളൂ കേട്ടോ. അത് പിന്നെ പിടുത്തമൊന്നും തരികയില്ല, ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. കണ്ടില്ലേ നാക്ക് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തൂക്കിയിട്ട് പിന്നെ ചിലപ്പോൾ അത് അവിടെ കടിച്ചു പിടിച്ചൊക്കെ അങ്ങനെ കോമാളിത്തരമൊക്കെ കാണിക്കും. ഒരു പൊട്ടനൊക്കെ കേട്ടോ. കുറച്ച് വലിയ ഇതിൽ കുരയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.